ഹായ്, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു തന്നെയാണ് നിങ്ങളുടെയൊക്കെ പോർഷൻസിൻ്റെ 30% CBSE ബോർഡിൻ്റെ എല്ലാ പോർഷൻസിൽ നിന്നും 30% റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മുടെ മാത്സിലും ഉണ്ട്. അപ്പോൾ 30% ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് സുഖമാണ്, നമുക്ക് ബാക്കി പഠിച്ചാൽ പോരേന്ന്. ഒരിക്കലും നിങ്ങളതിനെ അങ്ങനെ കാണരുത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളിലാണ്. ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെ തന്നെ പഠിക്കുന്നവരാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളെന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഒരു ബാഡായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ഒരിക്കലും ഇതൊക്കെ മാറ്റി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഏരിയയിൽ നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളൊരു സാധ്യത നമ്മൾ കാണണം. അതുപോലെ മാത്സിൻ്റെ ഒരു കാര്യത്തിൽ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മറ്റൊരു ഏരിയയിലേക്ക് ജമ്പ് ചെയ്ത് പോകാൻ കഴിയില്ല. അത് പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്താണ് പോകുന്നുണ്ട് എല്ലാം. അപ്പോൾ ഈ കണക്ഷൻ്റെ മിഡിൽ പാർട്ടിലൊക്കെ വെച്ചിട്ടുള്ള പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ് നിങ്ങളത് റിമൂവ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം തന്നെയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കറക്റ്റ് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടില്ല നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്ക് എങ്ങനെയാണ് അടുത്ത് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് നമുക്ക് പറഞ്ഞേ തീരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏരിയാസൊക്കെ ഒന്ന് കവർ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങളതെന്ത് ചെയ്യുക, പഠിക്കാതെ ഇരിക്കേണ്ട. പക്ഷേ എക്സാമിന്, നിങ്ങളുടെ ബോർഡ് ഓഫ് എക്സാമിനേഷന് അതുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷേ എൻട്രൻസിന് ചോദിക്കാം. ഒരിക്കലും എടുത്ത് കളയാൻ പാടില്ല എന്ന് നമുക്ക് തോന്നുന്ന പല ഏരിയാസും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളും മനസ്സിലാക്കുക. നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് എല്ലാത്തിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മാറ്റി നിർത്തിയിട്ട് മറ്റൊന്നും നിങ്ങൾക്ക് നേടാനില്ല. ഈ എല്ലാ ഏരിയാസും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക. എന്താണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരുപാട് അവിടെ സ്ട്രെസ്സ് ചെയ്യാതെ ആ ഏരിയാസൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ആ ഏരിയ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞു പോവാം. അത് നമുക്ക് ഫർദറായിട്ടുള്ള സ്റ്റേജസിൽ വരുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ പഠിച്ചത് അതുപോലെ തന്നെ പോയിക്കോളൂ. വലിയ ഒരു ഡിസ്കഷനോ വലിയൊരു മാറ്റമൊന്നും കഴിഞ്ഞിട്ടുള്ള ഏരിയകളിലൊന്നും, അതായത് നമ്മൾ ഇതുവരെ എടുത്തു വന്നിട്ടുള്ള ഏരിയയിലൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമുക്കിനി അടുത്ത സ്റ്റേജസിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ടുള്ള പോർഷൻസ്, അതാണോ ഞാൻ പറയുന്നത്, എല്ലാം ഞാൻ എന്ത് ചെയ്യാം, കറക്റ്റ് ക്ലാരിഫൈ ചെയ്തു വരാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സ് ആണ്. അതായത് മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസ് ആണ്. മെട്രിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് 3 എണ്ണമാണ്. അഡിഷൻ ഓഫ് മെട്രിസസ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ബൈ എ സ്കെയിലർ, ഡിഫറൻസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. ഈ 3 നിങ്ങൾക്ക് പഠിക്കാനുള്ള മെയിൻ ഓപ്പറേഷൻസ്. മനസ്സിലാക്കണം, ഡിവിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ എന്തില്ല, മൾട്ടിപ്ലിക്കേഷനിൽ ഇതുവരെ ആപ്ലിക്കബിൾ ആയിട്ടില്ല. കാരണം അത് ഇതുവരെ പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നമുക്ക് ഫോർവേഡ് ചെയ്താൽ കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടുമെന്നോ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, മാത്തമാറ്റീഷ്യൻസ് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഡിവിഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ നമുക്ക് ഈ ഒരു മെട്രിസസിൻ്റെ കേസിൽ ഇല്ല. അപ്പോൾ ഈ മെയിൻ 3 ഓപ്പറേഷൻസും അതിൻ്റെ കുറച്ച് സബ് ഓപ്പറേഷൻസും ഒക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലെ ഫസ്റ്റ് ഓപ്പറേഷനായിട്ടുള്ള അഡിഷൻ ഓഫ് മെട്രിസസ് എന്താണെന്ന് നോക്കി നോക്കാം. ഇഫ് എ ഈസ് ഈക്വൽ ടു മാട്രിക്സ് Aij and B is equal to matrix Bij are two matrices of the same order, say m by n. Then the sum of the two matrices A and B is defined as A matrix C is equal to matrix Cij with the order m by n, where Cij is equal to Aij plus Bij for all possible values of I and j. പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. എ എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സ് ഉണ്ട്, ബി എന്ന് പറഞ്ഞിട്ട് വേറൊരു മെട്രിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡിഷൻ, അതായത് എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കുമ്പോൾ എന്ത് ചെയ്യുക, എങ്ങനെയാണോ നമ്മുടെ ഐയും ജെയും എന്ന് പറയുന്ന എൻട്രീസ് ഉണ്ടാവുമല്ലോ, അതായത് ആ എൻട്രീസിൻ്റെ കറക്റ്റ് പ്ലേസ് വാല്യൂ ഉണ്ടാവുമല്ലോ, ഏത് കോളത്തിലെ ഏത് റോയിലിരിക്കുന്ന എലമെൻ്റ് എന്നുള്ള പറയുന്നതാണല്ലോ ഈ ഐയും ജെയും നമ്മളെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എവിടെയാണോ ഓരോ വാല്യൂം ഡിനോട്ട് ചെയ്തിട്ടുള്ളത് അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആഡ് ചെയ്ത് പോയാൽ മതി എന്നാണ് പറയുന്നത്. ഒരു ജനറലായിട്ടൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് A11, A12 and A13, A21, A22 and A23.
വിത്ത് ഓർഡർ 2/3. അതായത് എ എന്ന് പറയുന്നത് എന്താണ്, ഒരു 2/3 ഓർഡറിലുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ എത്ര എലമെൻ്റ് ഉണ്ടാകുക, 2/3 എന്ന് പറയുമ്പോൾ 2 × 3 6 എലമെൻറ്റ്സ് ആണല്ലോ. ഓക്കെ, 2 റോയും 3 കോളും ആണുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്തു, ഒരു മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബി എന്ന് പറഞ്ഞിട്ടും സെയിം ഓർഡറിൽ തന്നെയുള്ള ഒരു മെട്രിക്സ് കണക്കാക്കാം. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് B11 B12 B13 ആൻഡ് B21 B22 B23. ഓക്കെ അല്ലേ? അതിൻ്റെ ഓർഡർ എന്ത് തന്നെയാണ്, 2/3 തന്നെയാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് അഡീഷൻ നടത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെയിം ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡീഷൻ നടത്താം. അപ്പം നമുക്ക് A+B നമ്മൾ ചെയ്യുമ്പോൾ ഓർഡർ സെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡീഷൻ നടത്തുന്നു. A+B നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, മെട്രിക്സ് A11 + B11, A12 + B12, A13 + B13, A21 + B21, A22 + B22 ആൻഡ് A23 + B23. ക്ലിയർ ആയില്ലേ? അതായത് എങ്ങനെയാണോ പ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ള വാല്യൂസിൻ്റെ അതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അങ്ങ് ആഡ് ചെയ്ത് പോയാൽ മാത്രം മതി. ഇതാണെന്നുള്ളത് അഡിഷൻ ഓഫ് മെട്രിക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. എക്സാമ്പിൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എക്സാമ്പിൾ നമ്പർ 6 ആണ് നമ്മളിവിടെ ക്വസ്റ്റ്യനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്, ഗിവൺ A ഈസ് ഈക്വൽ ടു മെട്രിക്സ് √3 1 - 1 2 3 0. ഓക്കെ, വിത്ത് ഓർഡർ 2/3 തന്നെയാണ്. ആൻഡ് B ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 √5 1 ആൻഡ് -2 3 1/2. ഓക്കെ അല്ലേ? ഇങ്ങനെ രണ്ട് മെട്രിക്സ് ഉണ്ട്, രണ്ടിൻ്റെ ഓർഡർ എന്താണ്, 2/3 ആണ്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് A+B കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സൊല്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, A എന്ന് പറഞ്ഞൊരു മെട്രിക്സും ഉണ്ട്, B എന്ന് പറഞ്ഞ രണ്ടാമത്തെ മെട്രിക്സും ഉണ്ട് അല്ലേ. രണ്ടും എന്താണ്, ഓർഡർ 2/3 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് നടത്താം, നമുക്ക് അഡിഷൻ നടത്താം. കാരണം എന്താണ്, ഓർഡർ സെയിം ആവുക എന്നുള്ള പ്രോപ്പർട്ടി ഇവിടെ എന്ത് ചെയ്തു, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് മെട്രിക്സും അല്ലേ. രണ്ട് മെട്രിക്സിൻ്റെ കേസിൽ അത് അപ്ലിക്കബിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഓപ്പറേഷൻസിലേക്ക് പോകുന്നു. ഓപ്പറേഷൻസിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാം, A11 എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റിനായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റ് ഏതാണ്, B11 ആണല്ലോ. അപ്പോൾ A12 ആകുമ്പോൾ നമ്മളതിന് കറസ്പോണ്ടൻസ് ആയിട്ടുള്ള B12 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ഓരോരോ പൊസിഷനിൽ ഏതൊക്കെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ എൻട്രീസും ആഡ് ചെയ്ത് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും A+B ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 + 3 5 + 1 -1 + 1, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 1 - 1. നെക്സ്റ്റ് റോ വരും ഇങ്ങനെ 2 - 2 അല്ലേ, 2 + 2 -2 എന്നാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, ആ പ്ലസ് ഒഴിവാക്കിയിട്ട് നമ്മൾ നേരെ മൈനസ് തന്നെ കൊടുത്തു. അപ്പോൾ 2 - 2 3 + 3 0 + 1/2. ഇത്രയാണല്ലോ നമുക്ക് ചെയ്യാനുള്ള ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും എലമെൻറ്റിനനുസരിച്ചുള്ള എൻട്രീസിൻ്റെ ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ, അതിൻ്റെ ഫൈനൽ A+B എന്ന് പറഞ്ഞുള്ള മെട്രിക്സിൻ്റെ റിസൾട്ടാണ് കിട്ടാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടും മെട്രിക്സ് 2 + √3 1 + √5 0 0 6 1/2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് കിട്ടും. അതിൻ്റെ ഓർഡർ എന്തുതന്നെയാകുള്ളൂ, 2/3 തന്നെ ആകുള്ളൂ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, മെട്രിക്സിൻ്റെ അഡിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് പോർഷനാണ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലർ. നമ്മുടെ ആ ഒരു ഹെഡിങ്ങിൽ തന്നെ അതിൻ്റെ സംഭവം കിടക്കുന്നുണ്ട്. എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ്? മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഒരു സ്കെയിലാറുമായിട്ടുള്ളത്. സ്കെയിലാർ എന്ന് പറഞ്ഞാൽ എന്താ, എനി നമ്പർ അല്ലേ, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലാ നമ്പറിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, ഒരു സ്കെയിലാർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതെന്താ എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെയാണ് പറയുന്നത്, ഇഫ് A is equal to matrix Aij with order m/n is a matrix and K is a scalar, then Ka is another matrix which is obtained by multiplying each element of A by the scalar K.
അതായത് പറഞ്ഞിട്ടുള്ളത് എന്താണ്, എ എന്ന് പറഞ്ഞിട്ടുള്ള ഏത് മെട്രിക്സും ആയിക്കോട്ടെ, എനി ഓർഡർ വിത്ത് ഓർഡർ M/N എന്ന് പറഞ്ഞാൽ ഏത് ഓർഡർ ആകാം, ഏത് ഓർഡറിലുള്ള മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മീൻ ചെയ്യേണ്ടത് ഇതാണ്, എല്ലാ എലമെൻറ്റിനേറ്റും എന്ത് ചെയ്യണം, മെട്രിക്സിലുള്ള എല്ലാ എലമെൻറ്റിനേറ്റും എന്ത് ചെയ്യുക, ആ ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമുക്ക് ആ ഒരു എക്സാമ്പിൾ വഴി നോക്കി നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ് നമ്മളൊരു മെട്രിക്സ് എടുത്തു, ഒരു 3x3 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് എടുക്കുന്നു. അതിൽ എൻട്രീസ് ഇങ്ങനെയാണ് വരുന്നത്: 3 1 2 √7 5 0 -1 4 1.5. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞുള്ള മെട്രിക്സ്. ഇനി നമ്മൾ അതിനൊരു സം 2 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, മൾട്ടിപ്പിൾ ചെയ്യാണ്. 2 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കെ, അതായത് സ്കെയിലാർ. അതാകുമ്പോൾ നമ്മൾ 2a കാണുക അല്ലേ. അപ്പോൾ 2a എന്ന് പറഞ്ഞാൽ എന്താ, 2 ഇൻറ്റു എ. അപ്പോൾ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഏതാ, 3 1 2 √7 5 0 -1 4 1.5. ഓക്കെ, അപ്പോൾ നമുക്ക് 2a കിട്ടും അല്ലേ. 2a കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, 2നെ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, √7 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഈ ഒരു എൻട്രിയിലെ എല്ലാ എലമെൻസിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന 2a എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഫൈനലായിട്ട്: മെട്രിക്സ് 6 2 4 2 √7 10 0 -2 8 3. ഓക്കെ അല്ലേ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ, എന്തിൻ്റെ, മാട്രിക്സിൻ്റെ. ഓക്കെ അല്ലേ. ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ അണ്ടർ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അത് ആണ് ഇനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ സബ് പോർഷനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ, അതെന്താ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ്റെ അണ്ടറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 2 സബ് പോർഷൻസ് ഉണ്ടെന്ന്. ഒന്നെന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് ആണ്, അടുത്തതെന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് എ മെട്രിക്സ് ആണ്. ഇത് രണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മൾട്ടിപ്ലിക്കേഷൻ്റെ നെഗറ്റീവും അതുപോലെ അഡിഷൻ നടത്തുന്ന സമയത്ത് ഒരു ഡിഫറൻസ്, അതായത് ഒരു -1 ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കേസൊക്കെ വരുമല്ലോ. ആ ടൈമിൽ നമ്മൾ എങ്ങനെയാണ് ഈ മെട്രിക്സിൻ്റെ കേസിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് നോക്കി നോക്കാം. എങ്ങനെയാണ് വരുന്നത്: ദ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് ഈസ് ഡിനോട്ടഡ് ബൈ -a. വി ഡിഫൈൻ -a ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു എ. മനസ്സിലായില്ലേ. അതായത് ഇവിടെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. -a എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, -1 ഇൻറ്റു എ. ഓക്കെ, -1 അപ്പം നമ്മൾ എന്തായിട്ട് എടുക്കണോ, അവിടെ ഒരു സ്കെയിലാറായിട്ട് എടുക്കണോ, സം k എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കെയിലാറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏതാണ്, -1. ഇതാണിതെന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട് വിത്ത് ഓർഡർ 2/2 എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ്. ഇങ്ങനെയാണ് 3 1 -5 x. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് -a എന്ന് തന്നെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, -a ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു എ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, -1 ഇൻറ്റു എ എന്ന് പറഞ്ഞ മെട്രിക്സ് 3 1 -5 x. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ -1 നേരത്തെ നമ്മൾ 2 എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ എല്ലാ എൻട്രീസിനും അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ എൻട്രീസിനും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ എലമെൻറ്റ്സ് മാറും. എങ്ങനെയായിട്ട്, -3 -1 5 -x അല്ലേ. എല്ലാത്തിനും എന്ത് ചെയ്യും, ഒരു ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്പിൾ ചെയ്തു. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ അണ്ടർ തന്നെ വരുന്ന ഡിഫറൻസ് ഓഫ് എ മെട്രിക്സ് ആണ്. ഓക്കെ, ഡിഫറൻസ് ഓഫ് എ മെട്രിക്സ് പറയുന്നത് എങ്ങനെയാണ്: ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് Aij, B is equal to matrix Bij are two matrices of the same order, say m/n. Then difference A minus B is defined as a matrix D is equal to matrix Dij, where Dij is equal to Aij minus Bij for all value of I and j. ഒന്നുമില്ല, എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രിക്സും ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സും ഉണ്ട്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നമ്മളവിടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഡി ആയിട്ട് എടുത്തു. ആ എ മൈനസ് ബി എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം നമുക്ക്, ഡി ഈസ് ഈക്വൽ ടു എ പ്ലസ് -1 ഇൻറ്റു ബി കിട്ടിയില്ലേ. അതായത് ആ മൈനസിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു അഡീഷൻ കൊടുത്തിട്ട് -1 ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന കേസാക്കി ചേഞ്ച് ചെയ്തു.
ഇത്രയേ ഉള്ളൂ. അതാണ് ഈ രണ്ട് കാര്യത്തിലും പഠിക്കാനുള്ളത്. ഇത് ഒരുപാട് ഓപ്പറേഷൻസിൽ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളിനി പഠിക്കുന്ന ഓരോരോ ഘട്ടങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ ഇപ്പോൾ മെയിനായിട്ട് 3 പ്രോപ്പർട്ടീസ് ആണല്ലോ നമ്മൾ പഠിച്ചത്. ആ 3 പ്രോപ്പർട്ടീസും കൂടി വരുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. എക്സാമ്പിൾ നമ്പർ 7 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഇഫ് എ ഈസ് ഈക്വൽ ടു മാട്രിക്സ് 1 2 3 2 3 1, അപ്പോൾ അതിൻ്റെ ഓർഡർ എന്താ വരിക? 2/3 അല്ലേ. ആൻഡ് ബി ഈസ് ഈക്വൽ ടു മാട്രിക്സ് 3 -1 3 -1 0 2 വിത്ത് ഓർഡർ 2/3. then find 2a minus b. ഓക്കെ, നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? എ എന്ന് പറഞ്ഞുള്ള ഒരു മെട്രിക്സും ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സും ഉണ്ട്. ഒരു ലീനിയർ ഇക്വേഷൻ നമ്മളോട് എന്ത് ചെയ്താൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്താണ് നമുക്ക് തന്നിട്ടുള്ളൊരു കണ്ടീഷൻ? 2a മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലീനിയർ ഇക്വേഷൻ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എടുക്കാം? 2a മൈനസ് ബി എന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ആദ്യം നമ്മൾ 2a കാണണം, എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ബി ആയിട്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതുന്നു? ഈ മെട്രിക്സിനെ തന്നെ ഡയറക്റ്റ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 2 3 1 ആൻഡ് മെട്രിക്സ് ബി ഈസ് ഈക്വൽ ടു 3 -3 3 -1 3 -1 0 2. ഒന്നുകൂടെ പറയാം, ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 3 -1 3 -1 0 2. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 2a മൈനസ് ബി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നേരെ തന്നെ എഴുതി പോവാണ്. 2a മൈനസ് ബി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു നമ്മൾ എന്താണോ പറഞ്ഞിട്ടുള്ള എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ എഴുതുന്നു, അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള മെട്രിക്സ് ബി എഴുതുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കാണാൻ കഴിയും 2 ഇൻറ്റു എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഓപ്പറേഷൻ നടത്തി 2 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ എല്ലാ എൻട്രീസായിട്ട് എന്ത് ചെയ്തു? മൾട്ടിപ്പിൾ ചെയ്തു. നമുക്ക് കിട്ടും എങ്ങനത്തെ മെട്രിക്സ്? മെട്രിക്സ് 2 4 6 4 6 2 മൈനസ് മെട്രിക്സ് 3 -1 3 -1 0 2, അതായത് പി എന്ന് പറഞ്ഞ മെട്രിക്സ്. അപ്പോൾ നമുക്ക് 2എയും കിട്ടി ബിയും കിട്ടി. അത് രണ്ടും എന്ത് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്? മൈനസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇനിയും നമ്മൾ ലാസ്റ്റ് പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനുണ്ട് അല്ലേ. അതായത് ആ മൈനസിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുത്തിട്ട് -1 ആയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുന്ന പോലെയും അവിടെ എന്ത് ചെയ്യണം? ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ മാറ്റിയിട്ട് എന്താക്കണം? അഡീഷൻ ആക്കുക വേണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തു, വീണ്ടും എഴുതുന്നു മാട്രിക്സ് 2 4 6 4 6 2 പ്ലസ് -1 ഇൻറ്റു മെട്രിക്സ് -1 നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റിൻ്റെ ഔട്ടിലേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും മെട്രിക്സ് 3 -1 3 -1 0 2 അല്ലേ. ഇനി നോക്കൂ, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ മെട്രിക്സിന് എന്ത് ചെയ്യും? ചേഞ്ചസ് വേണം ആണല്ലോ. അതായത് ഒരു -1 ആയിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ഉണ്ടാകും? ഒരു ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ട് തന്നെ വരണം. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് എടുക്കുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. അപ്പം നമുക്ക് കിട്ടും എങ്ങനെ? മെട്രിക്സ് 2 4 6 4 6 2 പ്ലസ് മെട്രിക്സ് -3 1 -3 1 0 -2. മനസ്സിലായില്ലേ എങ്ങനെയാണ് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ചേഞ്ച് ചെയ്തതെന്നുള്ളത്? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അഡീഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡീഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ലാസ്റ്റ് സ്റ്റേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മെട്രിക്സ് 2 -3 4 + 1 6 -3 4 + 1 6 + 0 ആൻഡ് 2 -2. ഓക്കെ, ഇതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെയാണ്? മെട്രിക്സ് -1 5 3 5 6 0 വിത്ത് ഓർഡർ 2/3. കിട്ടിയില്ലേ? ഇതാണ് ഇതെന്ന് പറയുന്നത്. ഈ എല്ലാ പ്രോപ്പർട്ടീസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു വരേണ്ടത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. ഷുവറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, വന്ന് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ലീനിയർ ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ മെട്രിക്സിൻ്റെ അഡീഷൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അഡീഷൻ എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു.
പക്ഷേ അതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, ജനറൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കാരണം ഈ പ്രോപ്പർട്ടീസ് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, പല പല സ്റ്റേജസിലും മെട്രിക്സിൻ്റെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവുക, അപ്ലൈ ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ച 2 സബായിട്ടുള്ള പ്രോപ്പർട്ടീസിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇനിയും പഠിക്കാനുണ്ട് ഈ ഒരു പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് അഡീഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ ദ എക്സിസ്റ്റൻസ് ഓഫ് അഡിക്റ്റീവ് ഇൻവേഴ്സ്. ഇങ്ങനെ 4 സബ് പ്രോപ്പർട്ടീസാണ് നമുക്ക് ആ ഒരു കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അറിയാം കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മുതലേ പഠിച്ച് വന്നിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. A+B=B+A, അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ജനറൽ ആയിട്ടുള്ളൊരു ടേം എന്ന് പറഞ്ഞിട്ട്. മാട്രിക്സിൻ്റെ കേസിൽ അതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ക്വസ്റ്റ്യന് കണ്ടിട്ടുണ്ട് കേട്ടോ, എക്സാമിന് ഈ ഒരു കാര്യങ്ങളൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇഫ് A is equal to matrix Aij, B is equal to matrix Bij are matrices of the same order, say m by n, then A plus B is equal to B plus A അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, കമ്മ്യൂട്ടേറ്റിവിറ്റി ഇവിടെ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. കമ്മ്യൂട്ടേറ്റിവിറ്റി ഡിസ്കസ് ചെയ്യണം നമുക്ക് ഡയറക്റ്റായിട്ട് നേരെ പറയാൻ കഴിയില്ല. എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം, ഒന്നെങ്കിൽ LHS അല്ലെങ്കിൽ RHS. പക്ഷെ നമ്മൾ ചെയ്തെത്തുമ്പോൾ എന്ത് ചെയ്യണം, മറ്റേ സൈഡ് നമുക്ക് ആൻസറായിട്ട് കിട്ടുകയും വേണം. നമ്മൾ അങ്ങനെ എത്തിക്കാനും നമുക്ക് കഴിയും, ചില വലിയ പ്രോപ്പർട്ടീസിലൊക്കെ എത്തിക്കാൻ കഴിയും. പക്ഷെ ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയും. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ എടുക്കുന്നു A+B is equal to matrix Aij plus matrix Bij. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അറിയാം അല്ലേ, ഇപ്പോൾ 2 മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ 2 എൻട്രീസുകൾ തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാന്നാണല്ലോ. അപ്പോൾ ഈ 2 എൻട്രീസും കൂടെ 2 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യാം, ഒരൊറ്റ മെട്രിക്സ് ആക്കിയിട്ട് എടുക്കാം. അതെടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക, മെട്രിക്സ് Aij പ്ലസ് Bij എന്ന് എടുക്കുന്നു. എന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, അതിന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പ്ലേസിങ് ചേഞ്ച് ചെയ്യാണ്, ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നു, ട്വിസ്റ്റ് ചെയ്ത് എഴുതുമ്പോൾ അങ്ങനെ കിട്ടും മാട്രിക്സ് Bij പ്ലസ് Aij. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോപ്പർട്ടി അവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് അപ്ലൈ ചെയ്തു. അതായത് നമുക്ക് കറക്റ്റ് കിട്ടി. എന്തായതു, മാട്രിക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ആ ഒരു അഡീഷൻ പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ മാട്രിക്സ് Bij പ്ലസ് മാട്രിക്സ് Aij നമുക്ക് കിട്ടി. അപ്പം നമുക്ക് എന്ത് കിട്ടി, A+B എന്ന് പറഞ്ഞുള്ളതിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് നമുക്ക് എവിടെ എത്തി, B+A നമുക്കത് എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഷുവറായിട്ടും പറയാൻ കഴിയും A+B is equal to B+A. മാട്രിക്സിൻ്റെ കേസിൽ എന്താണ്, അഡീഷനിൽ A+B എന്ന് ചെയ്യുന്നതും B+A ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, സെയിം ആണെന്നാണ് ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത് അസോസിയേറ്റീവ് ലോ ആണ്. അസോസിയേറ്റീവ് ലോ നമ്മൾ പഠിച്ചതാണ്. A+B പ്ലസ് C ഇസ് ഈക്വൽ ടു A+B+C അല്ലേ. ഒരു ബ്രാക്കറ്റിൻ്റെ എന്താ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അതായത് അവിടെ വരുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, കമ്മ്യൂട്ടേറ്റിവിറ്റീൻ്റെ ഒരു അനദർ വേർഷനാണ്. നമുക്കത് നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഫോർ എനി 3 മെട്രിക്സ് A ഇസ് ഈക്വൽ ടു മെട്രിക്സ് Aij, B is equal to matrix Bij and C is equal to matrix Cij of the same order, say m by n, then A plus B plus C is equal to A plus B plus C. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ LHSൽ നിന്ന് തന്നെ തുടങ്ങുന്നു. A+B+C is equal to ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, മാട്രിക്സിൻ്റെ എൻട്രീസും അതുപോലെ തന്നെ കൊടുക്കുന്നു. എന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണ്, എല്ലാത്തിനെയും ക്ലബ് ചെയ്തു, ഒരുപോലെ എന്ത് ചെയ്തു, ക്ലബ് ചെയ്ത് എഴുതും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരൊറ്റ ക്ലബിലേക്ക് നമുക്കതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മാട്രിക്സ് Aij പ്ലസ് മാട്രിക്സ് Bij പ്ലസ് മാട്രിക്സ് Cij നമുക്ക് എഴുതാൻ കഴിയുമല്ലോ. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പെർട്ടിക്കുലറായിട്ട് ബ്രാക്കറ്റ് എടുക്കുകയാണ്. എന്തിന്, ബി എന്ന് പറഞ്ഞ മാട്രിക്സിനും സി എന്ന് പറഞ്ഞ മാട്രിക്സിനും. അപ്പം നമുക്ക് കിട്ടും എന്ത്, മാട്രിക്സ് Aij പ്ലസ് മാട്രിക്സ് Bij പ്ലസ് Cij.
നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെല്ലാം കറക്റ്റ് നമ്മുടെ എന്താണോ ജനറൽ ഫോർമുല അതിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതുന്നു. അപ്പോൾ നമുക്ക് കിട്ടും എന്ത്, എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. സോറി, ചെറിയൊരു ഡിലേ വന്നതാണ്. അതായത് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, അസോസിയേറ്റീവ് ലോ, മാട്രിക്സിൻ്റെ അഡീഷനിൽ വരുന്ന അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആണ്. സിമ്പിളാണ്, ഒന്നുമില്ല. അതായത് ലെറ്റ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ ബി ആൻ എം ബൈ എൻ മെട്രിക്സ് ആൻഡ് 0 ബി ആൻ എം ബൈ എൻ 0 മെട്രിക്സ്, ദെൻ എ പ്ലസ് 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് എ വിച്ച് ഈസ് ഈക്വൽ ടു എ. അല്ലേ? ദാറ്റ് ഈസ് 0 ഈസ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഫോർ മെട്രിക്സ് അഡീഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, ഏതൊരു നമ്പറിന് ഏറ്റവും 0 ആഡ് ചെയ്താൽ എന്താണ്, ആ നമ്പർ തന്നെയാണ് കിട്ടുക. കാരണം എന്താണ്, 0 അഡീഷൻ്റെ എന്താണ്, ഐഡൻറ്റിറ്റിയാണ്. അതായത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. മെട്രിക്സിൻ്റെ കേസിലും അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു 3x3 ഓർഡറിലൊരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനോട് ഈ 3x3 ഓർഡറിലുള്ള 0 മെട്രിക്സ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക എന്ത് തന്നെയായിരിക്കും, എന്താണോ നമ്മുടെ മെട്രിക്സ് അത് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ഒരു 2x2 ഓർഡറിലുള്ള എ എന്ന് പറഞ്ഞുള്ള ഒരു മെട്രിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 2x2 ഓർഡറിലുള്ള 0 മെട്രിക്സ് ഏറ്റവും നമ്മൾ ആഡ് ചെയ്യുകയാണെന്നെങ്കിൽ നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ അഡീഷണൽ ആ പ്രോപ്പർട്ടി എന്ത് തന്നെയാണ്, അപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് പറഞ്ഞിരുന്നത്. അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടെന്നാണ് നമുക്കിവിടെ പറഞ്ഞിരുന്നത്. ഇനി അടുത്തതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യണത് അഡിറ്റീവ് ഇൻവേഴ്സ്, അതായത് ദ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ലെറ്റ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ വിത്ത് ഓർഡർ എം ബൈ എൻ ബി എനി മെട്രിക്സ്, ദെൻ വി ഹാവ് അനദർ മെട്രിക്സ് ആസ് മൈനസ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് മൈനസ് എ ഐ ജെ വിത്ത് ഓർഡർ എം ബൈ എൻ സച്ച് ദാറ്റ് എ പ്ലസ് മൈനസ് എ ഈസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് എ വിച്ച് ഈസ് ഈക്വൽ ടു 0. നമ്മളിപ്പോൾ ഒരുപാട് പഠിച്ചു അല്ലേ, ഫംഗ്ഷൻ്റെ ഇൻവേഴ്സുകൾ എല്ലാം പഠിച്ചു, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ വരെ ഇൻവേഴ്സുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെയൊക്കെ പറയുന്നത് എന്താ, എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ മെട്രിക്സിന് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താകും, മൈനസ് എ അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ, 0 കിട്ടുള്ളൂ. അതാണ് ഇവിടെ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സിൻ്റെ കൂടെ നമ്മൾ മൈനസ് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, ഒരു 0 മെട്രിക്സ് ആയിരിക്കും എന്നുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ കഴിയും മൈനസ് എ ഈസ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ ഓർ നെഗറ്റീവ് ഓഫ് എ. അതായത് എ എന്ന് പറഞ്ഞ മെട്രിക്സിനോട് -1 നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് എന്ത് കിട്ടുക, മൈനസ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടുന്നുണ്ടായിരിക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്, അഡിറ്റീവ് ഇൻവേഴ്സ്. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാലുള്ള കാര്യം. ഓക്കെ അല്ലേ? നേരത്തെ പറഞ്ഞു നിർത്തിയിട്ടുള്ള സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും എന്തുണ്ട്, ഇതുപോലെ 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ ആൻഡ് ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് ബി ഐ ജെ, B, 2 matrices of the same order, say m by n, and k and l are scalars. Then A എന്ന് പറഞ്ഞ മെട്രിക്സും ഉണ്ട്, ബി എന്ന് പറഞ്ഞ മെട്രിക്സും ഉണ്ട്. കെ എന്ന് പറഞ്ഞതും എൽ എന്ന് പറയുന്നതും 2 സ്കേലാസുമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് എടുക്കാനുള്ള 2 സ്കേലാസുമാണ്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് തരുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അത് രണ്ടും കൂടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് മെട്രിക്സിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കെ ഇൻറ്റു എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു കെ എ പ്ലസ് കെ ബി. നമുക്കറിയുന്ന കാര്യമാണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോവയാണ് അവിടെ വന്നിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ഇനി സ്കേലാസിൻ്റെ കേസിലാണ് ഇങ്ങനെ വരിക എന്നുണ്ടെങ്കിൽ, അതായത് കെ പ്ലസ് എൽ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു കെ എ പ്ലസ് എൽ എ. മനസ്സിലായില്ലേ? ഒരെണ്ണം ആദ്യം ഒരു സ്കേലാറും 2 മെട്രിസസും ആയിരുന്നു. അടുത്തത് എന്താണ്, 2 സ്കേലാർസും 1 മെട്രിസസും ആവുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, 2 സ്ഥലത്തും ഏത് ലോയാണ് അപ്ലൈ ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോയാണ് അപ്ലൈ ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് എങ്ങനെ കെ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞുള്ള ഒരു
ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒന്ന് ഡീപ്പായിട്ട് പഠിക്കുന്നതാണ് നിങ്ങൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ വേർഷൻ എന്ന് പറയുന്നത്. അതായത് കെ ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ളത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇത് രണ്ടും നാലിനായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ശരിക്കും രണ്ടെണ്ണേ ഉള്ളൂ. പക്ഷെ അത് നാലിനായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പഠിക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ രണ്ടെണ്ണേ ഉള്ളൂ. അതിൻ്റെ എന്താണ് എക്സ്പാൻഷനാണ് അടുത്ത രണ്ടെണ്ണമായിട്ട് വന്നിട്ടുള്ളത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. മൂന്നാമത്തെ വരുന്നത് കെ ഇൻറ്റു എ പ്ലസ് ബി ഈസ് ഈക്വൾ ടു കെ ഇൻറ്റു നമ്മൾ മെട്രിക്സിൻ്റെ അവിടെ നൊട്ടേഷൻ കൊടുക്കുന്നു. മെട്രിക്സ് എ ഐ ജെ പ്ലസ് മെട്രിക്സ് ബി ഐ ജെ വിച്ച് ഈസ് ഈക്വൾ ടു കെ ഇൻറ്റു മെട്രിക്സ് എ ഐ ജെ പ്ലസ് ബി ഐ ജെ. അതായത് അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരൊറ്റ മെട്രിക്സിലേക്ക് ആ ഒരു അഡീഷനെ മാറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കെനെ ഉള്ളോട്ട് എടുക്കുന്നു, അതായത് മൾട്ടിപ്പിൾ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ മീൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, സെപ്പറേഷൻ വീണ്ടും നടത്തുന്നു. കെനെ രണ്ടിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സെപ്പറേഷൻ നടക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടും മെട്രിക്സ് കെ എ ഐ ജെ പ്ലസ് മെട്രിക്സ് കെ ബി ഐ ജെ. കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ സ്കേലേഴ്സിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കെ ഇൻറ്റു മെട്രിക്സ് എ ഐ ജെ പ്ലസ് കെ ഇൻറ്റു മെട്രിക്സ് ബി ഐ ജെ വിച്ച് ഈസ് ഈക്വൾ ടു കെ എ പ്ലസ് കെ ബി. അതായത് കെ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്, കെ എ പ്ലസ് കെ ബിക്ക് തുല്യമാണ്. കിട്ടിയില്ലേ? നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എന്താണ്, നമ്മൾ രണ്ട് കെ പ്ലസ് എൽ ഇൻറ്റു എ ചെയ്യുന്നു. സെയിം വേ തന്നെയാണ്, നോ മോർ ചേഞ്ചസ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് റിസൾട്ട് എന്താണ്, കെ പ്ലസ് എൽ ഇൻറ്റു എ ഈസ് ഈക്വൾ ടു കെ എ പ്ലസ് എൽ എ. ഓക്കെ അല്ലേ? എന്താണിതെന്ന് പറയുന്നത്, മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ സ്കേലാസിൻ്റെ എന്തെന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് മാട്രിക്സിൻ്റെ കേട്ടോ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതിൽ കെ ഇൻറ്റു എ പ്ലസ് ബിയും അല്ലെങ്കിൽ കെ പ്ലസ് എൽ ഇൻറ്റു എ ഇത് വന്ന് കണ്ടിട്ടുള്ളത് MCQ ക്വസ്റ്റ്യനിലാണ് കേട്ടോ. കഴിഞ്ഞ തവണത്തേക്ക് MCQ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, മൈൻഡിൽ നിൽക്കൂല. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് നിങ്ങൾ വഴിയെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെയാണോന്നൊരു ചിന്ത വരും, ഡൗട്ട് പെട്ടെന്ന് വരാനുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും ക്ലാരിഫൈ ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ള ഈ തിയറീസിൻ്റെയൊക്കെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്കൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾ 8ഉം 9ഉം 10ഉം ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നമ്പർ 8 എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇഫ് എ ഈസ് ഈക്വൾ ടു മെട്രിക്സ് 8 0 4 2 and 3 6 ഒരു ഏത് ഓർഡറാണ്, 3/2 ഓർഡറിലുള്ള മെട്രിക്സ്, ആൻഡ് ബി ഈസ് ഈക്വൾ ടു മെട്രിക്സ് 2 -2 4 2 and -5 1. അതിൻ്റെ ഓർഡർ എന്താണ്, 3/2 ഓർഡറിലുള്ള മെട്രിക്സ്. ദെൻ ഫൈൻഡ് ദ മെട്രിക്സ് എക്സ് സച്ച് ദാറ്റ് 2a plus 3x ഈസ് ഈക്വൾ ടു 5b. ഓക്കെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, എ എന്ന് പറഞ്ഞുള്ള ഒരു മെട്രിക്സും ഉണ്ട്, ബി എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സും ഉണ്ട്. ഓർഡർ എന്ന് പറയുന്നത് 3/2 ഓർഡറുള്ള രണ്ട് മെട്രിക്സും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ലീനിയർ ഇക്വേഷനും അതിന് തന്നിട്ടുണ്ട്. ലീനിയർ ഇക്വേഷൻ എന്താണ്, 2a plus 3x ഈസ് ഈക്വൾ ടു 5b ആണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് എക്സ് ആണല്ലോ കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, 2a plus 3x ഈസ് ഈക്വൾ ടു 5b എന്ന് എടുക്കുന്നു. എന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രോപ്പർട്ടീസിൻ്റെ ബേസിലാണ്. അപ്പോൾ ഓരോ പ്രോപ്പർട്ടീസുമാണ് ഈ ഓരോരോ സ്റ്റെപ്പിലും ചെയ്തു പോകുന്നത്. അത് കറക്റ്റ് അങ്ങനെ തന്നെ ചെയ്യണം. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യരുത്. ഇക്വേഷൻസിൻ്റെ കേസിൽ ചെയ്യുന്ന പോലെ ചെയ്തു പോകരുത്. മെട്രിക്സിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓരോ സ്റ്റെപ്പിനുമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ മെട്രിക്സിൻ്റെ കേസിൽ മാർക്ക് തരിക കേട്ടോ. വീഴുന്നത് അങ്ങനെയാണ് മാർക്കുകൾ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് പഠിച്ചു പോവുക. നോക്കുക, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഈ അടുത്ത സ്റ്റേജിൽ ചെയ്യുന്നത്, ഇപ്പോൾ 2a ഉണ്ടല്ലോ, ആ 2aനെ നമുക്ക് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതായത് 2aനെ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക. -2a എന്ത് ചെയ്യുക, ഒന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, 2a plus 3x minus 2a is equal to 5b minus 2a. നമ്മൾ പറയും എന്ത്, ഇക്വേഷൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈക്വാലിറ്റീൻ്റെ
നെക്സ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അല്ലേ. യഥാർത്ഥത്തിൽ അതെന്താണ്, ഇങ്ങനെയാണ് നടത്തുന്ന ഓപ്പറേഷൻ വരുന്നത്, ഇങ്ങനെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കിട്ടും ലെഫ്റ്റ് സൈഡിൽ 2a - 2a എന്ന് വരുമ്പോൾ അവിടെ 0 ആയി മാറും അല്ലേ. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താ വരിക, 0 + 3x = 5b - 2a. കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇനി അപ്പം നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, 3x = 5b - 2a. നമ്മുടെ അടുത്ത് എക്സ് ആണല്ലോ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 1/3 ആയിട്ട് ത്രൂ ഔട്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള 3 എന്ന് പറഞ്ഞത് 1 ആയിട്ട് എന്ത് ചെയ്യും, റിമൈൻ ചെയ്യും. നമ്മൾ അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും x = 1/3 × 5b - 2a. കിട്ടിയില്ലേ? അപ്പോൾ ഇപ്പം നമുക്ക് കാണാൻ പറഞ്ഞ സംഭവം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, എക്സിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബിയുടെ സ്ഥാനത്തും എയുടെ സ്ഥാനത്തും നമുക്കറിയാവുന്ന മെട്രിക്സിൻ്റെ എന്ത് കൊടുക്കുന്നു, എന്താണോ സംഭവം അത് കൊടുക്കുന്നു. അതായത് മെട്രിക്സ് യഥാർത്ഥത്തിൽ അവിടെ എഴുതി വയ്ക്കുന്നു എന്ന്. ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ x = 1/3 × 5 × മെട്രിക്സ് 2 - 2 4 2 - 5 1 -2 × മെട്രിക്സ് 8 0 4 - 2 3 6. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി രണ്ടിടത്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും 1/3 × മെട്രിക്സ് 10 - 10 20 10 - 25 5 മൈനസ് മെട്രിക്സ് 16 0 8 -4 6 12. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ അവിടെ ആ ഒരു സബ്ട്രാക്ഷൻ്റെ ഓപ്പറേഷനും ചെയ്യാവുന്നതാണ്. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/3 × മെട്രിക്സ് 10 - 16 -10 + 10 20 - 8 10 + 4 -25 -6 5 -12. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ ആൻസർ കിട്ടും 1/3 × -6 -10 12 14 -31 -7. ഇനി നിങ്ങൾ ഈ -1/3 ഉള്ളോട്ട് എടുത്തിട്ട് ഗുണിച്ചാലും കുഴപ്പമില്ല. അതായത് മൾട്ടിപ്പിൾ ചെയ്താൽ ഓരോ എൻട്രീസിനായിട്ട് നമ്മൾ നേരത്തേക്ക് മൾട്ടിപ്പിൾ ചെയ്യാറില്ലേ സ്കേലാറിനായിട്ട്, അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒന്നുകിൽ മെജോറിറ്റി ആൻസേഴ്സ് ഇങ്ങനെയാണ് കാണാറുള്ളത്, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ സ്റ്റെപ്പും കൂടെ അടുത്ത സ്റ്റേജിലും ചെയ്യാവുന്നതാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ ഇതെന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മാട്രിക്സ്. എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടിയിട്ടുള്ളത്, 1/3 × മാട്രിക്സ് -6 -10 12 14 -13 -7. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ എക്സാമ്പിൾ 8 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ എക്സാമ്പിൾ നമ്പർ 9 നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ് x + y = മെട്രിക്സ് 5 2 0 9 വിത്ത് ഓർഡർ 2/2 ആൻഡ് x - y = മെട്രിക്സ് 3 6 0 -1 വിത്ത് ഓർഡർ 2/2. നമ്മളിത് എന്താ പറഞ്ഞിട്ടുള്ളത്, എക്സും വൈയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, x + y വാല്യൂ അതുപോലെ തന്നെ x - y വാല്യൂ ആണ്. രണ്ടിൻ്റെ ഓർഡർ എന്താണ്, ഒരു 2/2 മെട്രിക്സും ആണ്. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയെന്ന് വിചാരിക്കുക, x + y എന്നും x - y എന്നും നമ്മൾ എന്താ ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കും അല്ലേ, അല്ലെങ്കിൽ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് നോക്കും. ഈ രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് അവിടെ ചെയ്യാനുള്ളൂ. മെട്രിക്സസിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ചെയ്ത് നോക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം x + y-നെയും x - y-നെയും തമ്മിൽ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടും മെട്രിക്സ് 5 2 0 9 പ്ലസ് മെട്രിക്സ് 3 6 0 -1. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ചിട്ട് നമുക്കറിയാം രണ്ടും കൂടെ എന്ത് ചെയ്യാം, അസോസിയേറ്റീവ് ആകുമ്പോൾ ഒരൊറ്റ ബ്രാക്കറ്റിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ x + y പ്ലസ് x - y = മെട്രിക്സ് 5 + 3 2 + 6 0 + 0 ആൻഡ് 9 - 1. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അതിന് നമ്മൾ എഗെയിൻ ചെയ്യുമ്പോൾ വൈയും -y കൂടെ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x + x = 2x ആണല്ലോ. അപ്പോൾ 2x = മെട്രിക്സ് 8 8 0 8 നമുക്ക് കിട്ടും.
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, എക്സ് മാത്രം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ത്രൂ ഔട്ട് ഒരു 1/2 ആയിട്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക, എക്സ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മാട്രിക്സ് 8808. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 1/2 ഒരു സ്കെയിലാർ ആയതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാട്രിക്സിലെ എല്ലാ എൻട്രീസിനേറ്റും മൾട്ടിപ്ലൈ ചെയ്ത് പോകാം. അപ്പം നമുക്ക് കിട്ടും എക്സ് ഈസ് ഈക്വൽ ടു മാട്രിക്സ് 4404 വിത്ത് ഓർഡർ 2/2. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ എക്സ് എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ മാട്രിക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത്, വൈയുടെ വാല്യൂ ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്, എക്സ് പ്ലസ് വൈനെയും എക്സ് മൈനസ് വൈനെയും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നു എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു മാട്രിക്സ് 5209 മൈനസ് മാട്രിക്സ് 36 -1. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തത് പ്രകാരം ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടും 2y ഈസ് ഈക്വൽ ടു മാട്രിക്സ് 2 - 4 0 10 എന്നുള്ള വാല്യൂ. നിങ്ങൾക്കറിയാമല്ലോ മാട്രിക്സിൻ്റെ ഉള്ളിൽ എന്താ നടന്നിട്ടുള്ള ഓപ്പറേഷൻ, സബ്ട്രാക്ഷൻ എന്ന ഓപ്പറേഷനാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2y ഈസ് ഈക്വൽ ടു മാട്രിക്സ് 2 - 4 0 10 എന്നുള്ള വാല്യൂ. ഇനി നമുക്ക് 2y കിട്ടിയതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി, ത്രൂ ഔട്ട് ഒരു 1/2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ 1/2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാട്രിക്സ് എങ്ങനെയാണ്, 1/2 ഇൻറ്റു മാട്രിക്സ് 2 - 4 0 -10 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യും, നമ്മൾ 1/2നെ ത്രൂ ഔട്ട് ദ മാട്രിക്സിൻ്റെ എല്ലാ എൻട്രീസിലേക്കും എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന മാട്രിക്സ് എങ്ങനെയാണ്, ലാസ്റ്റ് ഫൈനൽ y ഈസ് ഈക്വൽ ടു മാട്രിക്സ് 1 - 2 0 -4 -5. അതായത് 2 മാട്രിക്സ് നമുക്കിപ്പോൾ കിട്ടി. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള എക്സ് പറഞ്ഞിട്ടുള്ള മാട്രിക്സ് നമുക്ക് കിട്ടി, വൈ എന്ന് പറഞ്ഞുള്ള മാട്രിക്സും കിട്ടി. എക്സിൻ്റെ വാല്യൂ എന്താണ്, മാട്രിക്സ് 4404ഉം വൈയുടെ വാല്യൂ 1 - 2 0 -5. ഓക്കെ അല്ലേ. നമുക്ക് ഈ ഒരു ഏരിയയിൽ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇത് എക്സാമ്പിൾ നമ്പർ 10 ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഫ്രം ദ ഫോളോവിങ് ഇക്വേഷൻ. ഇക്വേഷൻ വന്നിട്ടുള്ളത് മെട്രിക്സിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് തന്നെയാണ്. ഇങ്ങനെ വന്നിട്ടുണ്ട് 2 ഇൻറ്റു മാട്രിക്സ് എക്സ് 5 7 y -3 പ്ലസ് മാട്രിക്സ് 3 - 4 1 2 ഇസ് ഈക്വൽ ടു മാട്രിക്സ് 7 6 15 and 14. അപ്പോൾ 3 മാട്രിക്സ് ആകുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൊല്യൂഷനിലേക്ക് പോകുന്നത്. സൊല്യൂഷനിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കി നോക്കാം. സൊല്യൂഷനിൽ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതങ്ങ് എഴുതി വയ്ക്കുന്നു. 2 ഇൻറ്റു മാട്രിക്സ് എക്സ് 5 7 y -3 പ്ലസ് മാട്രിക്സ് 3 - 4 1 2 ഇസ് ഈക്വൽ ടു മാട്രിക്സ് 7 6 15 14. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ, 2 എന്ന് പറഞ്ഞൊരു സ്കെയിലാറിനായിട്ട് ഈ ഒരു മാട്രിക്സിന് എന്ത് ചെയ്യാനുണ്ട്, മൾട്ടിപ്പിൾ ചെയ്യാനുണ്ട്. ആ ഒരു സ്റ്റേജ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടും 2x 10 14 2y -6. അതായത് ആദ്യത്തെ മാട്രിക്സ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, 2x 10 14 2y -6 എന്നുള്ളത് പ്ലസ് 3 - 4 1 2 ഇസ് ഈക്വൽ ടു മാട്രിക്സ് 7 6 15 and 14. ബാക്കിയൊക്കെ അതുപോലെ തന്നെ. ആ 2 മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മാട്രിക്സിൽ മാത്രം എന്ത് ചെയ്തു, ചേഞ്ചസ് വന്നു. ഇനി അറിയാവുന്നത് എന്താണ്, അവിടെ ഒരു അഡീഷൻ്റെ പ്രോപ്പർട്ടി കൂടെ ചെയ്യാനുള്ള ഒരു സ്റ്റേജ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണ്, അവിടെ ചെയ്യാവുന്ന അഡീഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കറിയാം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് രണ്ടും ഒരുമിച്ച് എടുക്കാവുന്ന ഒരു കേസ് ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു മാട്രിക്സ് ആക്കി മാറ്റുന്നു. നമുക്ക് വരുന്ന മാട്രിക്സ് എങ്ങനെയാണ്, മാട്രിക്സ് 2x + 3 10 - 4 14 + 1 2y -6 + 2 which is equal to matrix 7 6 15 and 14. ഓക്കെ അല്ലേ. ഇനി നമുക്കറിയാം അതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എന്താ പറയുക വൃത്തിയായിട്ട് എല്ലാ കാൽക്കുലേഷനും നടത്തിയതിന് ശേഷം ഒരിക്കൽ കൂടെ എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, മാട്രിക്സ് 2x + 3 6 15 2y -4 which is equal to matrix 7 6 15 and 14. ക്ലിയർ അല്ലേ. ഇവിടെ നിന്ന് നമുക്ക് ഈക്വാലിറ്റി ഓഫ് മാട്രിക്സിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, 2x + 3 ഇസ് ഈക്വൽ ടു 7 എന്നും 2y -4 ഈസ് ഈക്വൽ ടു 14 എന്നും കിട്ടും. അപ്പോൾ അത് രണ്ടും എന്തായി, രണ്ട് ലീനിയർ ഇക്വേഷൻസ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റി. അതിൽ നിന്ന് ഇനി എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് സുഖമാണല്ലോ. അപ്പോൾ നമ്മൾ എടുക്കുന്നു 2x + 3 ഈസ് ഈക്വൽ ടു 7
അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 2x ഈസ് ഈക്വൽ ടു 7 - 3 എന്ന് കിട്ടും അല്ലേ. ഈ 3 + 3നെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് -3 ആയി ചെയ്യുന്നു. അവിടെ ഒരു സബ്ട്രാക്ഷനാണ് പ്രോപ്പർട്ടി നടക്കുന്നതെന്ന്. അഗെയിൻ 2x ഈസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യാം, x ഈസ് ഈക്വൽ ടു 4/2 വിച്ച് ഈസ് ഈക്വൽ ടു 2. അതായത് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി എന്താണ്, 2 എന്നാണ്. ഇനി നമുക്ക് വൈൻ്റെ വാല്യൂ ആണ് കിട്ടാനുള്ളത്. അത് നമുക്ക് എന്തറിയാം, 2y - 4 ഈസ് ഈക്വൽ ടു 14 ആണ് നമുക്കറിയാം നമ്മുടെ മാട്രിക്സിൻ്റെ ഈക്വാലിറ്റി പ്രകാരം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്ത് നോക്കുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ 2y ഈസ് ഈക്വൽ ടു 14 - 4 വിച്ച് ഈസ് ഈക്വൽ ടു 10 അല്ലേ. അപ്പോൾ 2y ഈസ് ഈക്വൽ ടു 10 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, y കാണാനായിട്ട് ഒരു 2 ആയിട്ട് 1/2 ആയിട്ട് എന്ത് ചെയ്താൽ മതി, ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും y ഈസ് ഈക്വൽ ടു 10/2 വിച്ച് ഈസ് ഈക്വൽ ടു 5. അതായത് വൈൻ്റെ വാല്യൂ എന്താണ്, 5. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എക്സിൻ്റെ വാല്യൂവും കിട്ടി, വൈൻ്റെ വാല്യൂവും കിട്ടി. വൈൻ്റെ വാല്യൂ എന്താണ്, 5. അതുപോലെ എക്സിൻ്റെ വാല്യൂ എന്താണ്, 2. ഓക്കെ അല്ലേ. ഇതാണ് ഈ ഒരു പോർഷനിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മാട്രിസസ് ആണ്. അതായത് ദ പ്രോഡക്റ്റ് ഓഫ് 2 മാട്രിസസ് എ ആൻഡ് ബി ഈസ് ഡിഫൈൻഡ് ഇഫ് ദ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഓഫ് ബി. അതായത് ലെറ്റ് എ ഈസ് ഈക്വൽ ടു മാട്രിക്സ് എ ഐ ജെ ബി ആൻ m/n മാട്രിക്സ് and B is equal to matrix Bij be an n/p matrix, then the product of matrices A and B is the matrix C of order m/p. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്നത് ഒരു കോളം വൈസ് മാട്രിക്സ് ആണ്. അതുപോലെ ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു റോ വൈസ് മാട്രിക്സും ആണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് m/n ആയിട്ട് എടുത്തു. രണ്ടാമത്തെ മാട്രിക്സിൻ്റെ ഓർഡർ n/p ആയിട്ട് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം, Aij ഈസ് ഈക്വൽ ടു മാട്രിക്സ് A11 A12 A13 എക്സെട്ര അപ് ടു A1n എന്ന് വരെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ബിയുടെ കേസ് നമ്മൾ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നുണ്ടായിരിക്കുക, B1k B2k എക്സെട്ര അപ് ടു Bnk ആണല്ലോ. ഇങ്ങനെ തന്നെയാണ് നമുക്ക് ആ ഒരു കേസ് വരുന്നുണ്ടായിരിക്കുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് CIK എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് AIJ ഇൻറ്റു BJK അല്ലേ. അപ്പോൾ നമുക്ക് CIK നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം, AI1 ഇൻറ്റു B1k പ്ലസ് AI2 ഇൻറ്റു B2k പ്ലസ് AI3 ഇൻറ്റു B3k എക്സെട്ര അപ് ടു AIN ഇൻറ്റു BNK ആണല്ലോ. അപ്പോൾ നമുക്ക് CIKനെ ജനറലായിട്ട് നമുക്ക് സമ്മേഷൻ്റെ ഫോമിൽ എഴുതാൻ കഴിയും. സിഗ്മ J ഇസ് ഈക്വൽ ടു 1 to n AIJ ഇൻറ്റു BJK which is equal to matrix CIK with order m/p. ഇത്രയാണ് എന്ത് പറയാനുള്ളത്, മാട്രിക്സിൻ്റെ കേസിൽ പറയാനുള്ളത്. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. റോ വൈസ് മാട്രിക്സും കോളം വൈസ് മാട്രിക്സും, അതായത് ഒരൊറ്റ റോയിലുള്ള മാട്രിക്സും ഒരൊറ്റ കോളത്തിലുള്ള മാട്രിക്സ് ആണെങ്കിൽ പോലും അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താകും, ഒരു സ്ക്വയർ മാട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു 3 എലമെൻ്റ് ഉള്ള ഒരു റോ മാട്രിക്സ് ഉണ്ട്, 3 എലമെൻ്റ് ഉള്ള ഒരു കോളം മാട്രിക്സ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താകും, ഒരു 3/3 ഓർഡറിൽ ഒരു സ്ക്വയർ മാട്രിക്സ് ആവും നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. ഇതാണെന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മാട്രിസസ്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കി നോക്കാം. അതായത് സിംഗിൾ റോയും സിംഗിൾ കോളും അല്ലാത്ത മാട്രിക്സിൻ്റെ കേസിൽ ഇത് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്, കാരണം എപ്പോഴും കുട്ടികൾക്ക് തെറ്റുന്ന ഒരു ഏരിയ കൂടിയാണിത്. പെട്ടെന്ന് എന്ത് ചെയ്യും, മാറും. ഇത് അയ്യോ ഇതിങ്ങനെയായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യും, ഒന്ന് ഡൗട്ട് അടിക്കുന്ന ഏരിയയാണ്. ഇതിൻ്റെ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാനും കഴിയും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സി എന്ന് പറഞ്ഞുള്ള ഒരു മാട്രിക്സ് നമ്മൾ എടുക്കുന്നു. 1 - 1 2 0 3 4 അങ്ങനെ പറഞ്ഞുള്ള ഒരു 2/3 ഓർഡറുള്ള മാട്രിക്സ്. ഓക്കെ, അതുപോലെ ഡി എന്ന് പറഞ്ഞ അനദർ മാട്രിക്സ് 2 7 - 1 1 5 - 4. ഇതിൻ്റെ ഓർഡർ എന്താ വരിക, അപ്പോൾ 3/2 ഓർഡർ അല്ലേ. അപ്പോൾ ഒരെണ്ണം റോ വൈസിലും പോകുന്നുണ്ട്, ഒരെണ്ണം കോളം വൈസിലുമാണ് ഇരിക്കുന്നത് ആണല്ലോ. അപ്പോൾ
ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി പ്രോഡക്റ്റ് എങ്ങനെയാണ് വരിക, CD എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് രണ്ടിനും ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടോ നോക്കുക. അതായത് ഇപ്പോൾ ഈ രണ്ടെണ്ണത്തിന് 2/2 ഓർഡർ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ എൻട്രീസ് നോക്കുമ്പോൾ 2/2 ഓർഡർ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ കേസ് അവിടെ എടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ക്വയർ മെട്രിക്സ് അതിൽ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നാൽ മാത്രം എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് ഫർദർ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിലേക്ക് ചെയ്തു പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആദ്യത്തെ മെട്രിക്സ് 2 റോയും 3 കോളുമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അടുത്ത മെട്രിക്സ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ്, 2 കോളും 3 റോയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. കാരണം എന്താ, 2/2 ഓർഡർ മെട്രിക്സ് അവിടെ എന്താണ് ഓൾറെഡി നമുക്ക് ഒക്യുപ്പൈ ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഇങ്ങനെ പോകുന്നത് 4 സ്റ്റെപ്പുകളായിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 4 സ്റ്റെപ്പുകളായിട്ടാണ്. എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് മെട്രിക്സ് ആയിക്കോട്ടെ, നിങ്ങൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ മെട്രിക്സിലെ ആദ്യത്തെ റോയും രണ്ടാമത്തെ മെട്രിക്സിലെ ആദ്യത്തെ കോളവും തമ്മിലാണ് എന്ത് ചെയ്യുക, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ നടക്കുക. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരും, ആദ്യത്തെ റോ തന്നെ എന്ത് ചെയ്യും, രണ്ടാമത്തെ മെട്രിക്സിലെ രണ്ടാമത്തെ കോളായിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുമ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ആദ്യത്തെ റോയ് ആയിട്ട് എന്ത് ചെയ്തു, നമ്മൾ രണ്ടാമത്തെ മെട്രിക്സിലെ 2 കോളം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് അതിൽ രണ്ടാമത്തെ റോയല്ലേ ഉള്ളൂ ആദ്യത്തെ മെട്രിക്സിൽ. അപ്പോൾ ആദ്യത്തെ മെട്രിക്സിലെ രണ്ടാമത്തെ റോയ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളും എന്ത് ചെയ്യാം, നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെപ്പ് വൈസ് തന്നെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോവാം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, CD മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടും മെട്രിക്സ് 1 - 1 2 0 3 4 ഇൻറ്റു മെട്രിക്സ് 2 7 - 1 1 5 - 4. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെയാണ് വരിക നോക്കാം. അപ്പോൾ ആദ്യത്തെ റോയിൽ വരുന്നത് ഏതാ മെട്രിക്സിൻ്റെ ആദ്യത്തെ റോയിൽ വരുന്നത് എന്താണ്, 1 - 1 എന്നുള്ളതാണ്, 2 എന്നുള്ളതാണ്. 1 - 1 2 അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു ഫസ്റ്റ് കോളാണ് എടുക്കേണ്ടതെന്ന്. ആ ഫസ്റ്റ് കോൾ ഏതാണ്, 2 - 1 5. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ എലമെൻ്റാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ ചെയ്താൽ ആദ്യത്തെ എലമെൻറ്റേ കിട്ടുള്ളൂ. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ ഫർദറായിട്ട് കുറേ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ റോ ആയിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ റോ എടുക്കുക, എന്നിട്ട് എത്ര കോളുണ്ടോ അതിനെ അങ്ങനെ ഓർഡറിൽ പോവുക. അതിങ്ങനെ കോളം വൈസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി പോവുകയും ചെയ്യുക. കിട്ടിയോ? എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്തതിൽ രണ്ടാമത്തെ റോ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ റോ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ കോളം വൈസ് ചെയ്തു പോവുക മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പ് പോകുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ വരുന്നത് എങ്ങനെയായിരിക്കും, 1 × 2. ഓക്കെ, 1 എന്ന് പറഞ്ഞ എലമെൻറ്റ് 2 ആയിട്ട് എലമെൻറ്റിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് -1 × -1 പ്ലസ് 2 × 5. കിട്ടില്ലേ നിങ്ങൾക്ക്? ഓർഡർ അനുസരിച്ച് ഫസ്റ്റ് എലമെൻറ്റ് ടു ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ് ടു സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ് ടു തേർഡ് എലമെൻറ്റ്. അതെന്ത് ചെയ്യുക, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രൊഡക്റ്റിലെ, അതായത് പ്രൊഡക്റ്റിൻ്റെ എന്ത് ചെയ്യും, മെട്രിക്സിലെ ആദ്യത്തെ എലമെൻറ്റ് കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നമ്മുടെ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ, ഫസ്റ്റ് റോനെ തന്നെ എന്ത് ചെയ്യണം, രണ്ടാമത്തെ കോളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെക്കൻഡ് കോളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ചെയ്തത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയാവും, 2 + 1 + 10 എന്നുള്ള വാല്യൂ കിട്ടും അല്ലേ. നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത പ്രോപ്പർട്ടി അല്ലെങ്കിൽ അടുത്ത സ്റ്റേജ് നമ്മൾ ചെയ്യുകയാണ്, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പോൾ നമുക്ക് കിട്ടും 1 × 7 പ്ലസ് -1 × 1 പ്ലസ് 2 × -4. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് കിട്ടുന്നത്. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ മെട്രിക്സിൻ്റെ രണ്ടാമത്തെ റോയും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ആദ്യത്തെ കോളും തമ്മിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും, 0 × 2 പ്ലസ് 3 × -1 പ്ലസ് 4 × 5 അല്ലേ. അപ്പോൾ നമുക്ക് ആ ഹോൾ മെട്രിക്സ് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. നമ്മുടെ പ്രൊഡക്റ്റ് വരുന്ന മെട്രിക്സ് ആദ്യത്തെ എൻട്രി 13 എന്നും വരും, രണ്ടാമത്തത് 7 + -1 പ്ലസ് -8 എന്നും വരും അല്ലേ. മൂന്നാമത്തെ എൻട്രി ഇപ്പം നമ്മൾ ചെയ്ത പ്രകാരം 0 × 2 പ്ലസ് 3
3 ഇൻറ്റു -1 പ്ലസ് 4 ഇൻറ്റു 5. ഓക്കെ, അപ്പം ഇനി ലാസ്റ്റ് ആയിട്ട് ഒരൊറ്റ എൻട്രിയും കൂടി ചെയ്യാനുള്ളൂ. അതെന്താണ്? ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും അല്ലേ? ആദ്യത്തെ മെട്രിക്സിൻ്റെ സെക്കൻഡ് റോയും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ സെക്കൻഡ് കോളും. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 0 ഇൻറ്റു 7 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു -4. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഹോൾ മെട്രിക്സ് പ്രൊഡക്റ്റ് വരുന്നത് ഇങ്ങനെയാക്കി മാറുന്നുണ്ട്. മെട്രിക്സ് 13 -2 17 0 പ്ലസ് 3 പ്ലസ് 16 ലാസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ സി ഡിനെ നമുക്ക് ലാസ്റ്റ് എങ്ങനെ കിട്ടുന്നുണ്ട്? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാട്രിക്സ് 13 2 -2 17 -13. ഒരിക്കൽ കൂടെ പറയാം. സി ഡി എന്ന് പറഞ്ഞ മെട്രിക്സ് വരുന്നത് മാട്രിക്സ് 13 -2 17 -13. ക്ലിയർ ആയോ? എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കാണാൻ മെട്രിക്സിൻ്റെത് ചെയ്തു പോവേണ്ടത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമ്പർ 12 മുതലൊന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? ഫൈൻഡ് എ ബി ഇഫ് എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 6 9 2 3 വിത്ത് ഓർഡർ 2/2 ആൻഡ് ബി ഇസ് ഈക്വൽ ടു മെട്രിക്സ് 2 6 0 7 9 8 വിത്ത് ഓർഡർ 2/3 മെട്രിക്സ്. അപ്പോൾ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്, എയും ബിയും. ഒരെണ്ണം 2/2 ഓർഡറാണ്, ഒരെണ്ണം 2/3യുമാണ് ഓർഡർ. അപ്പോൾ അതിൻ്റെ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? പ്രൊഡക്റ്റാണ് നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എ ബിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും രണ്ടിലും ഓർഡർ 2/2 ഓർഡർ എന്ത് ചെയ്യാം, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ ഓൾറെഡി 2/2 ആണ്, രണ്ടാമത്തേലും എന്ത് ചെയ്യാം 2/2 മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എ ബി ചെയ്യുമ്പോൾ ആദ്യം എയിലുള്ള ആദ്യത്തെ റോ എടുക്കും, എന്നിട്ട് ഓരോ കോളം വീതം എന്ത് ചെയ്യും ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ഓരോ എൻട്രീസും കിട്ടും, ആദ്യത്തെ റോയിലുള്ള ഓരോ എൻട്രീസും കിട്ടും നമ്മുടെ പ്രൊഡക്റ്റിൽ. അതുപോലെ തന്നെ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇത് രണ്ടാമത്തെ റോ എടുക്കും, എന്നതിന് ശേഷം ഓരോ കോളം ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റോയിലുള്ള ഓരോരോ എലമെൻറ്റും കിട്ടുന്നുണ്ടാകും. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എ ബി ഈസ് ഈക്വൽ ടു മാട്രിക്സ് 6 9 2 3 ഇൻറ്റു മാട്രിക്സ് 2 6 0 7 9 8. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് വൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് കിട്ടുന്ന മാട്രിക്സ് എങ്ങനെയായിരിക്കും? മാട്രിക്സ് 6 ഇൻറ്റു 2 പ്ലസ് 9 ഇൻറ്റു 7, അടുത്തത് 6 ഇൻറ്റു 6 പ്ലസ് 9 ഇൻറ്റു 9, അടുത്തത് 6 ഇൻറ്റു 0 പ്ലസ് 9 ഇൻറ്റു 8. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഫസ്റ്റ് റോയിലുള്ള എല്ലാ എലമെൻറ്റ്സും കിട്ടി. ഇനി സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 7, അടുത്തത് 2 ഇൻറ്റു 6 പ്ലസ് 3 ഇൻറ്റു 9, അടുത്തത് 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 8. കിട്ടിയില്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാട്രിക്സ് 12 പ്ലസ് 16 36 പ്ലസ് 81 0 പ്ലസ് 72 4 പ്ലസ് 21 12 പ്ലസ് 27 0 പ്ലസ് 24. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എ ബി ആയിട്ടുള്ള മാട്രിക്സിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് വരുന്നത്? മാട്രിക്സ് 75 117 72 25 39 ആൻഡ് 24 വിത്ത് ഓർഡർ 2/3. കിട്ടിയില്ലേ? ഇതോടെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എങ്ങനെയാണ് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നതെന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലേ? ഓക്കെ, ഇപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയം നമുക്ക് ഇപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്. അപ്പോൾ എ ബി കാണാൻ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ നമുക്ക് ബി എയും കാണാൻ കഴിയും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടിൻ്റെയും വാല്യൂ എന്താണ്? വേറെ വേറെയാണ് വരിക. അതായത് എ ബിയും ബി എയും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈക്വൽ ആവില്ല. അതിനുള്ള കണ്ടീഷൻസ് വളരെ റെയറാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ ആവുന്ന കണ്ടീഷൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരത്തിൽ നമുക്കൊരു ക്വസ്റ്റിനോട് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് അത് വരാതിരിക്കുന്നതെന്നൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ നമ്പർ 13 ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 -2 3 -4 2 5 ആൻഡ് ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 3 4 5 2 1, then find എ ബി ആൻഡ് ബി എ, ഷോ ദാറ്റ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് മെട്രിക്സ് ഉണ്ട്, ഒരെണ്ണം 2/3 ഓർഡറും ഒരെണ്ണം 3/2 ഓർഡറുള്ള മെട്രിക്സ് ആണ്. എന്നിട്ട് അതിൻ്റെ എന്ത് കാണണം? എ ബിയും കാണണം, ബി എയും കാണണം, രണ്ടെണ്ണം കാണണം. എന്നിട്ട് അവ ഒരിക്കലും എന്തല്ല, അവ തമ്മിൽ
ഈക്വാലിറ്റി ഇല്ല എന്നാണ് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? നമ്മൾ ചെയ്തു തുടങ്ങുന്നു. എ ബി നേരത്തെ ചെയ്തതുപോലെ നമ്മൾ പ്രൊഡക്റ്റ് കാണുകയാണ് എ ബി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാട്രിക്സ് രണ്ടെണ്ണം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാട്രിക്സ് 1 - 2 3 -4 2 5 മാട്രിക്സ് 2 3 4 5 2 1. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് മാട്രിക്സും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക്, ഞാൻ ഇനി ആ ഒരു സ്റ്റെപ്പുകൾ വീണ്ടും ഡീറ്റെയിൽഡാക്കി പറയുന്നില്ല. നമുക്ക് കിട്ടുന്ന എ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0 -4 10 3. ഒരിക്കൽ കൂടെ പറയാം, മാട്രിക്സ് 0 -4 10 3. ഒരു 2x2 ഓർഡറിലുള്ള ഒരു മാട്രിക്സ് കിട്ടി. എന്നാൽ നമ്മൾ ബി എ ചെയ്ത് നോക്കാം. ബി എ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ 3 റോ വരുന്നുണ്ട് അല്ലേ ആദ്യത്തെ മാട്രിക്സിന്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പറേഷൻ നടത്തണം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും മാട്രിക്സ്, ഓപ്പറേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന മാട്രിക്സ് എന്ന് പറഞ്ഞാൽ മാട്രിക്സ് 2 - 12 -4 + 6 6 + 15 4 - 20 -8 + 10 12 + 25 2 - 4 -4 + 2 ആൻഡ് 6 + 5. ഇത്തരത്തിലൊരു 3x3 ഓർഡറിലുള്ള ഒരു മാട്രിക്സ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ബി എ എന്ന് പറഞ്ഞുള്ള പ്രോഡക്റ്റ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ വാല്യൂ കിട്ടി. വാല്യൂ എങ്ങനെയാണ് വരുന്നത്, ബി ഐ = മാട്രിക്സ് -10 2 21 -16 2 37 -2 -2 11. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എ ബി ഒരു 2x2 മാട്രിക്സും ആയി കിട്ടി, ബി എ എന്ന് പറയുന്ന ഒരു 3x3 മാട്രിക്സും ആണ് കിട്ടിയത്. ഓഫ് കോഴ്സ് നമുക്ക് പറയാൻ കഴിയും എന്ത്, എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ. അതുകൊണ്ട് എന്താണ്, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരിക്കലും എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇവിടെ നിന്ന് പറയാൻ കഴിയുന്ന ഒരു ഫാക്റ്റാണ്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരിക്കലും കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതായത് എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയാസ്. ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള കുറേ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് ആയിട്ട് ചെയ്യാനുണ്ട്. എന്തായാലും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഈ മൾട്ടിപ്ലിക്കേഷൻ ഏരിയയിൽ നന്നായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.